ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയും കുറച്ച് വെജിറ്റബിളും എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെക്കാം. അതിലേക്ക് 1 കപ്പ് വറുക്കാത്ത സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ 2-3 തുള്ളി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് സേമിയ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പക്കോരി വെച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ അരഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാബേജും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ്, പിന്നെ ഗ്രീൻ പീസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാബേജ്, പിന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല കളറായിട്ടില്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് കമൻറ്റ് പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. താങ്ക് യു.